ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയല്ലേ? ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിപ്പുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു ഒരു 1.5 മാസത്തിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. ഒരു പ്രണയമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞിരുന്നു എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. സ്റ്റിൽ ഇപ്പോഴും എനിക്ക് ആ ഒരു പ്രണയം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട്. എന്താ പറയുക, നമുക്ക് ആദ്യമായിട്ട് പ്രണയം തോന്നുന്ന വ്യക്തി നമുക്കൊരിക്കലും മരിക്കുവോളം നമുക്കൊരിക്കലും ആ വ്യക്തി മറക്കാൻ പറ്റില്ല. നമ്മൾ പറയുമായിരിക്കും ഒരു പക്ഷേ പ്രായത്തിൻ്റെ ചാബല്യം കൊണ്ടോ തിരിച്ചറിയില്ലാത്ത പ്രായത്തിലോ തോന്നുന്ന ഇഷ്ടമാണ്. ഒരിക്കലുമില്ല. നമുക്ക് ഒരാളോട് തോന്നുന്ന ഇഷ്ടം അത് ശരിക്കും പറഞ്ഞാൽ അത് സിൻസിയറായിട്ട് നമ്മളൊരാളെ സ്നേഹിക്കുന്ന എപ്പോഴെന്നറിയോ, മനസ്സിൽ ഒരു കള്ളമോ കപടതയോ ഒന്നുമില്ലാതെ നമുക്കൊരാളോട് തോന്നുന്നതാണ് പ്രണയം എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ എൻ്റെ മനസ്സിൽ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ എനിക്ക് തോന്നിയൊരു പ്രണയം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് ആ വ്യക്തിയോടത് പറയാൻ സാധിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ പ്രണയം എപ്പോഴെങ്കിലും അയാളൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, എന്നെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ. പക്ഷേ ഇപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ ജീവിതം ഒരുപാട് മുമ്പോട്ട് പോയി. രണ്ടുപേരും രണ്ട് വഴിക്കായി. പക്ഷെ ഞാൻ ഇടയ്ക്ക് നമ്മുടെ FBയിൽ ഫേസ്ബുക്കിൽ ഞാൻ കാണാറുണ്ട്. ഞാൻ അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചപ്പോഴത്തേക്കും എനിക്കതിന് അക്സെപ്റ്റ് തോന്നും. സോ എന്നെ ഓർക്കുന്നുണ്ട്, എൻ്റെ മുഖം മറന്നിട്ടില്ല എന്നുള്ള ഒരു ചെറിയൊരു സന്തോഷം. അതങ്ങനെയാണ്. നമുക്ക് ചില ഇഷ്ടങ്ങൾ, സ്നേഹങ്ങൾ നമുക്ക് ഒരാളോട് പറയാൻ സാധിച്ചില്ലെങ്കിലും അത് പല കാരണങ്ങളും ഉണ്ടാകുമല്ലോ. പേടിയായിരിക്കാം, അന്നത്തെ സാഹചര്യമായിരിക്കാം, അല്ലെങ്കിൽ ഞാനത് പറയുമ്പം എന്തായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ റിയാക്ഷൻ എന്നുള്ള ആ ഒരു പല കാരണങ്ങളുണ്ടായിരിക്കും നമുക്കത് പറയാൻ പറ്റാതെ പോകും. പക്ഷേ എനിക്കിന്നും അറിയില്ല എനിക്ക് എന്തുകൊണ്ടാണ് അത് പറയാൻ പറ്റാതെ പോയതെന്ന് എനിക്കിന്നും അറിയില്ല. പക്ഷേ ഞാൻ എന്നും ഓർക്കുന്നുണ്ട് വ്യക്തി. അയാളെ ജസ്റ്റ് ഒന്ന് കണ്ട് ഒന്ന് ചിരിക്കും. നമ്മൾ കാരണം ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്, ഒരേ സ്ഥലത്ത് താമസിക്കുന്ന ആളുകളാണ്. കൂടിപ്പോയി ഒരു 5-10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെയാണ്. അങ്ങനെയുള്ള ഒരു പ്രണയം. പക്ഷേ പ്രണയത്തിനൊരിക്കലും മരണമില്ല എന്ന് പറയുന്നത് സത്യമാണ്. കാരണം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് വന്ന കുറേ എന്താ പറയുക, റൊമാൻറ്റിക് സോങ്സൊക്കെ കേൾക്കുമ്പോഴേ സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്തിലേക്ക്, ആ ഒരു കാലത്തിലേക്ക് അറിയാതെ നമ്മൾ തിരിച്ചു പോകും. കാരണം ഇന്നും ആ പ്രണയിക്കാനുള്ള മനസ്സ് നഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഇന്നും ഈ ലോകത്ത് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമ്മൾ പറയും, നമ്മൾ ചോദിക്കുമ്പോൾ നിനക്ക് പ്രണയം ഉണ്ടായിരുന്നു എന്ന് നോക്കുമ്പോൾ എനിക്കൊരു പ്രണയമില്ല. പക്ഷെ അത് കള്ളത്തരമാണ്. അവർ പറയുന്നത് പക്ക കള്ളത്തരമാണ്. കാരണം പ്രണയിക്കാത്തവരായിട്ട് ലോകത്ത് ആരുമില്ല. ചില സ്നേഹങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും, ചിലർ സക്സസ്ഫുൾ ആവും, ചിലർ പ്രണയിക്കുന്നവർ തന്നെ വിവാഹം കഴിക്കും, ചിലർക്കത് സാധിക്കത്തില്ല. മനസ്സിലായല്ലേ? ഈ പറഞ്ഞ എനിക്കും അത് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത് എന്താ പറയുക, വളരെ ഞാൻ പറഞ്ഞില്ല, ഞാൻ FBയിൽ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു. ഇപ്പോൾ എൻ്റെ FB ഫ്രണ്ടാണ് പുള്ളിക്കാരൻ. അന്നേരം അവരുടെ നിന്ന് വീഡിയോസൊക്കെ പിന്നെ പുള്ളിക്കാരൻ കല്യാണം കഴിച്ചേക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ടിനെ തന്നെയാണ്. അന്നേരം അവർ വളരെ സക്സസ്ഫുള്ളായിട്ട് വളരെ ഹാപ്പിയായിട്ട് അവർ ജീവിക്കട്ടെ. കാരണം നമുക്ക് സ്നേഹമെന്ന് പറഞ്ഞാൽ എല്ലാം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരിക്കലും സ്നേഹമാവില്ല. ചിലത് നമ്മൾ അറിഞ്ഞുകൊണ്ട് വിട്ടുകൊടുക്കും, ചിലത് നമ്മൾ അറിയാതെ കൊടുക്കും, ചിലർ നമ്മൾ ചിന്തിക്കും എവിടെ ആയിരുന്നാലും കാണാൻ സാധിച്ചില്ലെങ്കിലും ഒന്നും ചോദിച്ചറിയാൻ പറ്റിയില്ലെങ്കിലും എവിടെ ആയിരുന്നാലും വളരെ ഹാപ്പിയായിട്ട് അവർ സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കും. എൻ്റെ പ്രണയവും അത്തരത്തിലുള്ളൊരു പ്രണയമായി തന്നെ അവശേഷിക്കട്ടെ. വളരെ ഹാപ്പിയായിട്ട് അവർ ജീവിക്കട്ടെ. എനിക്ക് ദൈവം തന്ന ഈ ഒരു ജീവിതത്തിൽ ഞാനും വളരെ ഹാപ്പിയായിട്ട് പോകുന്നു. പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് വല്ലാത്ത വിഷമങ്ങളുണ്ടാവും, ഇല്ലേ? പ്രത്യേകിച്ച് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു പ്രവാസിയുടെ വേഷം ധരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജീവിതം കുറച്ചും കൂടെ ഒന്ന് ചുരുങ്ങിപ്പോയതുപോലെ, ഒറ്റപ്പെട്ടു പോയതുപോലെ. എല്ലാം ശരിയാവും.
ഈ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുന്നവരെല്ലാം ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് പോകുന്നവർ തന്നെയാണ്. പക്ഷേ എങ്കിലും നിങ്ങൾക്കും ഇതേ കണക്ക് എന്തെങ്കിലും നഷ്ടപ്രണയങ്ങളുണ്ടെങ്കിൽ, നഷ്ടമായി പോയ പ്രണയങ്ങളുണ്ടെങ്കിൽ അതിനെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെടാതിരിക്കുക. ദൈവം ഇതിലും മികച്ചത് നിങ്ങൾക്ക് തരാൻ കാത്തിരിപ്പുണ്ടാവും. പിന്നെ പ്രണയം എന്ന് പറഞ്ഞാൽ എന്നും ഓർക്കാൻ നല്ല സുഖമുള്ള കുറേ നിമിഷങ്ങളാണ് സമ്മാനിക്കുന്നത്. എല്ലാവർക്കും അത് ഒരു ഒത്തിണങ്ങി കിട്ടണമെന്നില്ല. ചിലർക്ക് വിവാഹ ജീവിതത്തിൽ അവരുടെ പങ്കാളി ആ വ്യക്തി തന്നെയായിരിക്കും. ചിലർ പ്രണയം നഷ്ടപ്പെട്ട് മറ്റൊരു ജീവിതത്തിലേക്ക് പോയിട്ടും ആ പ്രണയത്തെ ഇന്നും ഹൃദയത്തോട് കൊണ്ടു നടക്കുന്ന, പക്ഷെ അത് ഒരു തെറ്റാണ് എന്നൊരു ചിന്താഗതി എനിക്കില്ല. കാരണം പ്രണയം എന്നും നമ്മുടെ മനസ്സിൽ മായാതെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമ്മളൊരു കാലത്ത് നമ്മുടെ മനസ്സിലും അത് ഒരു പൂവായി വിരിഞ്ഞു എന്ന് നമുക്ക് തോന്നത്തുള്ളൂ. പ്രണയത്തെ എനിക്കിഷ്ടം പൂവിനോട് ഉപമിക്കാനാണ്. കാരണം റോസാപ്പൂവിൻ്റെ നൈർമല്യതയോടെ, നിഷ്കളങ്കതയോടുകൂടി നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പ്രണയം, അതിന് വല്ലാത്തൊരു ഫീലിംഗാണ് നമുക്ക് വരാൻ പറ്റുന്നത്. പക്ഷേ അത് ആരോടും പറയാൻ പറ്റാതെ പോയത് എൻ്റെ തെറ്റ് തന്നെയായിരിക്കാം, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം. സാരമില്ല. എല്ലാത്തിൻ്റെയും അവസാനം ഒരിക്കലും എന്താ പറയുക, സന്തോഷമാകണമെന്നില്ല. ചിലപ്പോൾ വിരഹം ഉണ്ടാകാം. ചിലപ്പോൾ എനിക്കറിയുന്ന കുറേ പേരുണ്ട്, എന്താ പറയുക, ലവ് മാരേജ് ആയിരുന്നു, പക്ഷേ വളരെ ആർട്ടിഫിഷ്യലായിട്ട് ലൈഫ് നയിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. പക്ഷെ അങ്ങനെ ജീവിക്കാതിരിക്കുക. പ്രണയം ഉണ്ടെങ്കിൽ അത് പറയാനായിട്ട് സാധിക്കണം. നമുക്ക് പ്രണയിച്ച വ്യക്തിയെ വിവാഹം കഴിക്കാൻ പറ്റിയില്ല, വേറൊരു വ്യക്തിയിലാണ് വിവാഹം കഴിക്കാൻ പറ്റിയതെങ്കിൽ പോലും നമ്മുടെ ജീവിത പങ്കാളി മറുത്തോട്ടങ്ങ് പ്രണയിക്കുക. അതോടെ പ്രശ്നം തീർന്നില്ലേ? കുറവുകളോട് കൂടി തന്നെ നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ മാത്രമേ അതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ജീവിതം നമ്മൾ ജീവിച്ച് തന്നെ തീർക്കണം. വളരെ സന്തോഷമായിട്ട്, എന്താ പറയുക, ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകണം. അന്നേരം എല്ലാവർക്കും ഇത് നല്ലൊരു വീഡിയോ ആയിരിക്കട്ടെ. ഇതിന് വലിയ പ്രത്യേകിച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ മനസ്സിലിങ്ങനെ പെട്ടെന്നൊരു മിന്നായം, നമുക്ക് ഈ ചില ഫീലിങ്സ് അങ്ങനെയാണ്. അപ്പം അതിലൊന്നാണ് എനിക്ക് ഈ സന്തോഷം വരിക എന്ന് പറഞ്ഞാൽ. എനിക്കങ്ങനെ ലൈഫിൽ അങ്ങനെ ഒരുപാട് സന്തോഷങ്ങളൊന്നും കിട്ടിയിട്ടുള്ളൊരു വ്യക്തിയുമല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ എന്നെ സംബന്ധിച്ച് വലിയ വലിയ കാര്യങ്ങളാണ്. അന്നേരം അതെനിക്ക് നിങ്ങളോടല്ലാതെ ഞാൻ വേറെ ആരോടും എക്സ്പ്രസ് ചെയ്യാം. അതുകൊണ്ട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.